നടൻ ഉണ്ണി മുകുന്ദനെതിരെ മാനേജറുടെ പരാതി. ഫ്ളാറ്റിൽ വെച്ച് മർദ്ദിച്ചെന്ന് കാട്ടിയാണ് പരാതി നൽകിയത്. ഉണ്ണി മുകുന്ദന്റെ മാനേജർ തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. കുറെ കാലമായി ഉണ്ണി മുകുന്ദനൊപ്പം ഉണ്ടായിരുന്ന ഉണ്ണി മുകുന്ദന്റെ മാനേജർ തന്നെയാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് ഈ ഫ്ളാറ്റിൽ വെച്ച് മർദ്ദിച്ചു എന്നതാണ് ഈ പരാതിയുടെ ഉള്ളടക്കമെന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പരാതി ജനുവിലാണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ, കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരഞ്ചൊള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കുറച്ച് ദിവസം ഒരു ഔദ്യോഗികമായ യാത്രയിലാണ്, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ വാർത്ത നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു സംഭവമാണ്. ഉണ്ണി മുകുന്ദൻ തൻ്റെ മാനേജറായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പേര് വിപിൻ കുമാർ വി എന്നാണ്. പുള്ളിയുടെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ കാണുന്നത് പ്രൊമോഷൻ കൺസൾട്ടന്റ് മാനേജർ, സെലിബ്രിറ്റി മാനേജർ, 10G മീഡിയ, ഇൻഫാക്ഷിയോ, സ്ട്രാറ്റജിസ്റ്റ്, ബ്രാൻഡിങ്, അങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിങ്ങിന്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉണ്ണി മുകുന്ദന്റെ കൂടി ഒരു മാനേജറാണ്. ഉണ്ണി മുകുന്ദന്റെ കൂടി എന്ന് പറയുമ്പോൾ ഇയാള് പൃഥ്വിരാജിന്റെയും അതേപോലെ മറ്റ് സമാന കാലയളവിലുള്ള നടന്മാരുടെയൊക്കെയും സെലിബ്രിറ്റി മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഈ വ്യക്തിയെ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. മർദ്ദിച്ചു എന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കും. വാർത്തയിൽ പറഞ്ഞതുപോലെ അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദൻ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വരെയുള്ള ഒരു വിഷയമാണ്. അപ്പം എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് ഈ ബിബിമി തന്നെ പത്രക്കാരോട് സംസാരിക്കണം. അപ്പോൾ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. അല്ല, ഉണ്ണി മുകുന്ദൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിന്റെ കാരണമായിട്ട് ഇയാൾ പറയുന്നത്, ഉണ്ണി മുകുന്ദന് കുറച്ച് നാളായിട്ട് സിനിമകളൊന്നുമില്ല. മാർക്കോ എന്ന സിനിമ നമുക്കറിയാം, നല്ലൊരു ഹിറ്റായിരുന്നു, ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു മാർക്കോ. കാര്യം ശരി, ഒരുപാട് വിമർശനങ്ങൾ ആ സിനിമയ്ക്കെതിരെ വന്നിരുന്നു. പ്രത്യേകിച്ച് ആ സിനിമയിലെ വയലൻസ് യുവാക്കളെയും വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ കൗമാരക്കാരെയൊക്കെ സ്വാധീനിക്കുന്നു, അവരെ തെറ്റാവഴിയിലേക്ക് നയിക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ മാർക്കോയ്ക്കെതിരെ ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു. മാർക്കോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന് അതിന്റെ പ്രൊഡ്യൂസർ പിന്മാറുന്ന അവസരം വരെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ അതൊരു ഇൻഡസ്ട്രി ഹിറ്റാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് സിനിമകളൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. ഗെറ്റ് സെറ്റ് ബേബിയും പരാജയപ്പെട്ടു. ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുന്ന ഉണ്ണി മുകുന്ദനെ പ്രൊവോക്ക് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി. അതാണ് ഇയാളെ മർദ്ദിക്കാൻ കാരണമെന്നാണ് ഈ വിപിൻ പറയുന്നത്. ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഗെറ്റ് സെറ്റ് ബേബി പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിനൊരു പരിധിയുണ്ട്. അപ്പം ഇങ്ങനെ ഫ്രസ്ട്രേഷൻ നിൽക്കുന്ന ഈ ഉണ്ണി മുകുന്ദൻ കാണുന്ന ഒരു കാഴ്ച നരിവേട്ട എന്ന സിനിമ. അതും അത്യാവശ്യം നല്ലൊരു റിവ്യൂ വരുന്നൊരു സിനിമയാണ്. ഞാൻ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം അതിനെ ബേസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റുള്ള കാരണം ഇയാളും ആ സിനിമയുടെ ഭാഗമാണ്. അതേപോലെ ആ സിനിമയുടെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ പ്രൊമോട്ട് ചെയ്യുക, സിനിമ താരങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇയാളുടെ ജോലി. ആ ഭാഗമായിട്ടാണ് ഈ നരിവേട്ട എന്ന സിനിമയെ പ്രൈസ് ചെയ്തുകൊണ്ട് ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റാണ് ഉണ്ണി മുകുന്ദനെ മർദ്ദിക്കാനുള്ള പെട്ടെന്നുണ്ടായ കാരണം. നമ്മൾ ഈ 2ാം ലോക മഹായുദ്ധവും 1ാം ലോക മഹായുദ്ധമൊക്കെ പഠിക്കുമ്പോൾ അതിൽ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. തുടർച്ചയായിട്ട് പല വിഷയങ്ങളുണ്ടായിരുന്നു. മാർക്കോയ്ക്ക് ശേഷം വേറൊരു ഹിറ്റ് വരാത്തത് ഗെറ്റ് സെറ്റ് ബേബി പരാജയപ്പെട്ടു. സംവിധാനം ചെയ്യണമെന്ന് വിചാരിച്ച സിനിമയിൽ നിന്ന് അതിന്റെ പ്രൊഡ്യൂസർ പിന്മാറി, ഗോകുലം മൂവീസ് പിന്മാറി എന്നുള്ളതൊക്കെ ഇയാൾക്ക് വലിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള ആളുകൾ മുന്നോട്ടോടുന്ന കാണുമ്പോൾ ആർക്കായാലും ഒരു ചെറിയ രീതിയിലുള്ള അസൂയൊക്കെ തോന്നും. ആ അസൂയാണോ പെട്ടെന്നുണ്ടായ കാരണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാക്കി ഇവിടെ നിന്ന് കേട്ട് നോക്കാം. ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ് ഞാൻ. മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ രാത്രി വിളിച്ചു പറഞ്ഞു, ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. അപ്പൊ അതാണ് കാരണം എന്നാണ് മനസ്സിലാകുന്നത്. പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇയാൾ പറയുന്ന
പല ഇന്റർവ്യൂസിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ പ്രതികരിക്കുന്നത് കാണുമ്പോൾ ഈ വളരെ ഇമോഷണലി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഉണ്ണി മുകുന്ദനെ തോന്നിയിട്ടുള്ളത്. മാത്രമല്ല പുള്ളി അതേപോലെ തന്നെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യ സിനിമയിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ച് കാലുറപ്പിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് മല്ലു സിംഗ് എന്ന സിനിമയിലൂടെയൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ മാനേജറായിരുന്ന വ്യക്തി എൻ്റെ അയൽക്കാരനായിരുന്നു. ആദ്യം ജിം ട്രെയിനർ ആയിരുന്നു, പിന്നീട് അയാളുടെ പേഴ്സണൽ മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ വ്യക്തിബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്, അതിനെ വളരെ ഇമോഷണലായിട്ട് കാണുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെ നേരെ മറിച്ച് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇവിടുന്ന് മനസ്സിലാവുന്നത്. വളരെ ഇമോഷണൽ പ്രതികരിക്കുന്ന ഇയാള്, ഫ്രസ്ട്രേഷനായിരിക്കുന്ന ആള്, കൂടെയുള്ള മറ്റുള്ളവരുടെ ഹിറ്റ് മുന്നോട്ട് വരുന്നു, അത് ഇയാളുടെ മാനേജറായിട്ടുള്ള വ്യക്തി തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഫ്രസ്ട്രേഷനിൽ നിന്ന് ഇയാൾ ആദ്യമേ തന്നെ പറഞ്ഞത് ഇയാളെ മാനേജർ സഡന് പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ മൂവിയുടെ റിവ്യൂ അയാളുടെ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൂവി റിവ്യൂ അല്ല, മൂവിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. What an incredible piece of craft, a well-made film that beautifully blends top-notch work of every technical department, editing, music, cinematography, sound design, mixing and more. I'm genuinely proud of my dear friend, Anurag Manohar. I had the privilege of promoting his debut directorial Ishq, and to see his phenomenal growth in the second film is truly inspiring. And then, my dear Tovino Thomas, having been with him since 7th day, I'm enjoyed to see how much he has grown, both as an actor and as a star. His dedication to every role, his commitment to the craft, and his willingness to go extra mile for every film is admirable. അപ്പം അങ്ങനെ സംസാരിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസറിനെ, ഇതിൻ്റെ സംവിധായകനെ, പ്രത്യേകിച്ച് ടൊവിനോ തോമസിനെ ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. സിനിമ റിവ്യൂ പോസ്റ്റായിട്ടല്ല ഞാനിത് മനസ്സിലാക്കുന്നത്, സിനിമ ഇറങ്ങുന്നതും വിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പോസ്റ്റ് കണ്ടതോടെ ഉണ്ണി മുകുന്ദന് ഇയാളോട് ദേഷ്യം തോന്നി ഇയാളെ മാനേജേഴ്സ് നിന്ന് പിരിച്ചുവിടുകയും, അതുകൂടാതെ അവിടെ ചെന്ന് ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു, ബേസ്മെന്റിൽ വെച്ച് ഇയാളെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചില കമന്റുകൾ കാണുന്ന ടൊവിനോട് ഇയാൾക്ക് ദേഷ്യം ഉണ്ടാവും, അസൂയ ഉണ്ടാവുന്നൊക്കെയാണ്. ടൊവിനോയും ഉണ്ണി മുകുന്ദനും തമ്മിലൊരു ഇന്റർവ്യൂ, വളരെ കാലം പറയുന്ന ഒരു ഇന്റർവ്യൂ കേട്ടോ. ആ ഇന്റർവ്യൂ മനസ്സിലാക്കുന്ന ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്ന്. അന്നൊക്കെയാണ് ഈ മലയാള സിനിമയിൽ 6 പാക്ക് ഒക്കെ വേണം എന്നുള്ള ചിന്താഗതി വന്നു തുടങ്ങിയത്. അതിനുമുമ്പ് പൃഥ്വിരാജിന്റെ ഒരു ഹിന്ദി മൂവിയിലൊക്കെ ഉണ്ടായിരുന്നു പൃഥ്വിരാജ് 6 പാക്ക് ഒക്കെ ആയിട്ട് വന്നത്. പക്ഷേ ഈ ഉണ്ണി മുകുന്ദൻ ടൊവിനോയൊക്കെ കുറെ കൂടി ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന താരങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് വന്ന സമയത്തുള്ളൊരു ഇന്റർവ്യൂവില് എങ്ങനെയാണ് ഉണ്ണി മുകുന്ദൻ ടൊവിനോയെ സ്വാധീനിച്ചതെന്ന് ടൊവിനോ തന്നെ പറയുന്നുണ്ട്. അതിലൊരു ഇൻസിഡന്റ് പറയുന്ന, ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വീറ്റ്സ് വന്നപ്പം ആ സ്വീറ്റ്സ് ടൊവിനോ എടുത്ത് കഴിക്കാൻ പോയി. അപ്പോൾ ഉണ്ണി മുകുന്ദൻ കഴിക്കല്ലേടാ, അത് ഭയങ്കര കലോറിയാണ് എന്ന് പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയുന്ന ആ കെയറിന്റെ കാര്യം ടൊവിനോ പറയുന്നുണ്ട്. പിന്നെ സിനിമയിലായാലും ബിസിനസ്സിലായാലും രാഷ്ട്രീയത്തിലായാലും സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഒന്നും ഇല്ലെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നേരത്തെ മിത്രം ഇപ്പോൾ ശത്രുവായിട്ടുണ്ടാകും, അസൂയ കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ നമുക്കറിയില്ല. സിനിമയിൽ തുടർച്ചയായിട്ടുള്ള പരാജയം, മറ്റൊരാൾക്ക് വിജയം ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ഗ്രഡ്ജാണോ എന്ന് നമുക്കറിയില്ല. അത് വെച്ചിട്ടാണ് ഇയാളെ ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആക്രമിച്ചിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതില്ലാതിരിക്കാൻ ഒരു സാധ്യത കാണുന്നില്ല ഇവിടെ. പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദന് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഒരു സപ്പോർട്ടുണ്ട്. തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നൊരു നടനാണ് ഉണ്ണി മുകുന്ദൻ. അപ്പൊ അങ്ങനെ ഒരു വിഷയം എടുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിപിൻ കുമാറിനെതിരെ ഉണ്ടാകാവുന്ന ഒരു സൈബർ അറ്റാക്ക് ഉണ്ട്. ഇപ്പോൾ തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞു. കമന്റുകൾ നോക്കിയാൽ നമുക്ക് കാണാം, ഇപ്പം വല്ല കന്നന്തിരിവ് കാണിച്ചിട്ട് അടിച്ചെന്ന്. കന്നന്തിരിവ് കാണിച്ചാലും ഇല്ലെങ്കിലും അടിക്കാനുള്ള അവകാശം ഉണ്ണി മുകുന്ദനില്ല. അത് ഉണ്ണി മുകുന്ദനും ആർക്കുമില്ല, ഒരു സൂപ്പർ സ്റ്റാറിനുമില്ല, ഒരു നവാഗത നടനുമില്ല. കാശ് കൊടുക്കുന്നുണ്ടെന്ന് കരുതി നമുക്ക് അവരെ തല്ലാനുള്ള അവകാശമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉണ്ണി മുകുന്ദൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ വിധത്തിൽ ന്യായീകരിക്കുന്നത് ശരിയല്ല. പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ടീമുണ്ട്, ഉണ്ണി മുകുന്ദനെ രാഷ്ട്രീയപരമായിട്ട് പിന്തുണക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സൈബർ അറ്റാക്കിലേക്ക് താൻ വീഴും എന്ന് മനസ്സിലാക്കി ഒരു കള്ളപ്പരാതിയായിട്ട് ഇയാൾ പോവില്ല. മാത്രമല്ല ഉണ്ണി മുകുന്ദൻ ഒരു കേസ് തിരിച്ച് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു മാനനഷ്ട കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ കുടുങ്ങും. അതുകൊണ്ട് ഒരു കള്ളക്കേസ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇയാൾ പരാതി കൊടുത്തു, കൂടുതൽ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ഇയാൾ പ്രതികരിക്കുന്നത് അയാൾ കൂടുതൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിലാണ്. ഇല്ല, ഞാൻ എന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പിന്നെ സംസാരിക്കാം. എനിക്ക് തീരെ വയ്യ. ഞാൻ രാവിലെ ഇറങ്ങിയ. ശരി. വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് കോംപ്രമൈസിന് സംസാരിക്കാൻ വിളിച്ചിരുന്നു എന്നുള്ളതാണ്.
അപ്പൊ ഇല്ല എന്ന് പറയുന്നു. പിന്നീട് ഇയാൾ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നില്ല. സമാന്തരമായിട്ട് അമ്മയിലും ഫെഫ്കയിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ണിമൂന്തന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നൊരു സംശയം എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഉണ്ണിമൂന്തൻ ഒരു ഇമോഷണലായ വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെയാണോ എന്ന് എനിക്ക് അടുത്തറിയില്ല. പക്ഷെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു തോന്നലാണ് ഒരു ഇമോഷണലായ വ്യക്തിയാണ് ഉണ്ണിമൂന്തൻ എന്നുള്ളത്. രണ്ട്, ചില ആളുകൾക്ക് ഈ കഥാപാത്രം അവരുടെ ജീവിതത്തിലേക്കും കൂടി കയറിപ്പോരും. അങ്ങനെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ചില നായക നടന്മാർ ഇപ്പോഴും ആ കാക്കി തന്റെ ശരീരത്തിൽ കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണുമുഴിക്കുക, വിരലൊക്കെ പൊക്കിപ്പിടിച്ചിങ്ങനെയൊക്കെ അങ്ങനെയുള്ള എക്സ്പ്രഷൻ കാണിക്കുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി മാർക്കോ എങ്ങാനും ഉണ്ണിയെ വിട്ടു പോകാത്തതാണോ, തനിക്ക് എന്ത് വയലൻസും കാണിക്കാവുന്നൊരു ചിന്ത അത് ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നറിയില്ല. ഉണ്ണിമൂന്തൻ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അത് ഒന്നില്ലെങ്കിൽ ആ സൗഹൃദം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സൗഹൃദപരമായിട്ട് പരിഹരിക്കണം. അദ്ദേഹത്തൊരു മാപ്പ് പറയേണ്ട ബാധ്യതയുണ്ട്. അതല്ല, നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെയും ഈ വിഷയം പരിഹരിക്കേണ്ടതുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത്? ആരുടെ ഭാഗത്താണ് ശരി? അത് നിങ്ങളുടെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.